ഹലോ ഫ്രണ്ട്സ്, കൺട്രോൾ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ ടൈം ഡൊമെയിൻ സ്പെസിഫിക്കേഷൻ ആയിരുന്നു കണ്ടിരുന്നത്. അതിലുള്ള ഓരോ ടേമുകളുടെയും എക്സ്പ്രഷൻ എന്താണെന്നുള്ളതാണ് ഇനി ലെക്ചേഴ്സിൽ നമ്മൾ കാണാൻ പോകുന്നത്. സോ അതിൽ ഫസ്റ്റ് നമ്മൾ റൈസ് ടൈം ആണ് എടുക്കുന്നത്. റൈസ് ടൈം എന്താണെന്നുള്ളത് നമ്മളോട് പറഞ്ഞിരുന്നു. ഇവിടെ റൈസ് ടൈമിൻ്റെ എക്സ്പ്രഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മളുടെ അണ്ടർ ഡാംഡ് കേസ്, സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിൻ്റെ അണ്ടർ ഡാംഡ് കേസ് ആണെങ്കിൽ അതിൻ്റെ എക്സ്പ്രഷൻ എന്താണെന്നുള്ളത് നമ്മൾ പ്രീവിയസ് ലെക്ചേഴ്സിൽ കണ്ടിരുന്നു. സോ എന്തായിരുന്നു അണ്ടർ ഡാംഡ് കേസ് എന്ന് പറയുന്നത്? ദിസ് ഈസ് ദ അണ്ടർ ഡാംഡ് കേസ്. നമ്മളുടെ റെസ്പോൺസ് എന്ന് പറയുന്നതാണ് ഇത്. സോ ഇതിൻ്റെ എക്സ്പ്രഷനാണ് ദിസ് വൺ. സോ ദിസ് ഈസ് ദ ടൈം റെസ്പോൺസ്. ഈ ഒരു റെസ്പോൺസിൻ്റെ ഇക്വേഷനിൽ നിന്ന് തന്നെയാണ് നമ്മൾ റൈസ് ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? ഈ എക്സ്പ്രഷൻ നമ്മളിവിടെ എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ കണ്ടിരുന്നു റൈസ് ടൈമിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത്. സോ റൈസ് ടൈമിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഇസ് സി ഓഫ് ടി. ടി എന്ന് പറയുന്നത് ടി ആർ ആണ് റൈസ് ടൈം. സോ സി ഓഫ് ടി ആർ ഇസ് ഈക്വൽ ടു 1 എന്നാണ് കണ്ടിരുന്നത്. സോ ഈ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ കണ്ടിരുന്നു. ദാറ്റ് ഇസ് ദിസ് ഇസ് റൈസ് ടൈം ടി ആർ. ഈ ടി ആറിൻ്റെ സി ഓഫ് ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഇസ് 1. സോ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഈ സി ഓഫ് ടി എക്സ്പ്രഷനെ അറ്റ് സി ഓഫ് ടി ആർ നമുക്ക് എന്ത് പറയാം? 1 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം അല്ലേ? സോ ദാറ്റ് മീൻസ് നമ്മുടെ ഈ എക്സ്പ്രഷൻ വി ക്യാൻ ഇക്വേറ്റ് ടു 1. സോ 1 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ 1ഉം 1ഉം ക്യാൻസൽ ആയി പോകും. ബാക്കി നമുക്ക് കിട്ടുന്ന എന്താണ്? 0 ഈസ് ഈക്വൽ ടു ഈ ഒരു എക്സ്പ്രഷനാണ് നമുക്ക് കിട്ടുക. ഇനി ഈ ഒരു എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒന്നുകിൽ ഈ ഒരു സെക്ഷൻ 0 ആയിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു സെക്ഷൻ 0 ആയിരിക്കും. ഈ എക്സ്പൊണൻഷ്യലിലെ ടേം എന്ന് പറയുന്നത് ദിസ് വിൽ നെവർ ബി 0. ഓക്കെ, സെറ്റസ് ഈ എക്സ്പൊണൻഷ്യൽ ടേം എന്ന് പറയുന്നത് ഒരിക്കലും 0 ആവില്ല. പിന്നെ ഉള്ളൊരു ചാൻസ് എന്ന് പറയുന്നത് എന്താണ്? ഈ സൈനസോയിഡൽ ടേം എന്ന് പറയുന്നത് 0 ആവുക എന്നുള്ളതാണ്. സോ ദാറ്റ് മീൻസ് ദിസ് ടേം വിൽ ഈക്വൽ ടു 0. സൈൻ ഓഫ് സംതിങ് ഈക്വൽ ടു 0 ആവുന്നത് എപ്പോഴൊക്കെയാണ്? ദാറ്റ് ഇസ് ദാറ്റ് തീറ്റ എന്ന് പറയുന്ന ടേം 0, സൈൻ 0 ആണ്, സൈൻ പൈ 0 ആണ്, സൈൻ 2π, സൈൻ 3π അങ്ങനെ പോകുന്ന വാല്യൂസ് എല്ലാം 0s ആണ് നമുക്ക് കിട്ടുക. സോ നമ്മൾ ഇതിനകത്തുനിന്ന് ജസ്റ്റ് പൈയുടെ വാല്യൂ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ദാറ്റ് ഈസ് ഈ വാല്യൂ പൈ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒമേഗ ഡി ടി ആർ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? പൈ എന്ന് കിട്ടും. ഈ തീറ്റ ഇപ്പുറത്ത് വരുമ്പോൾ പൈ മൈനസ് തീറ്റ എന്ന് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് ടി ആറിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. ദാറ്റ് ഇസ് ടി ആർ ഇസ് ഈക്വൽ ടു പൈ ബൈ തീറ്റ ഡിവൈഡഡ് ബൈ ഒമേഗ ഡി എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? നമ്മളുടെ എക്സ്പ്രഷൻ, ഇത് സി ഓഫ് ടി എക്സ്പ്രഷനകത്ത് തീറ്റയുടെ വാല്യൂ എന്താണെന്നുള്ളതും കൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു അല്ലേ? എന്തായിരുന്നു? സോ നമുക്കറിയാം, നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിരുന്നു. ഈ ട്രയാങ്കിളിനകത്ത് നിന്ന് ഇതായിരുന്നു നമ്മുടെ തീറ്റ. സോ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു √1 മൈനസ് സീറ്റ സ്ക്വയർ ഡിവൈഡഡ് ബൈ സീറ്റ എന്നുള്ള ഫോമിലായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. തീറ്റയുടെ വാല്യൂ എന്തായിരുന്നു അവിടെ എഴുതിയിരുന്നത്? ദാറ്റ് ഇസ് ടാൻ ഇൻവേഴ്സ് ഓഫ് ദിസ് ടേം ആയിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. ആൻഡ് ഓൾസോ ഒമേഗ ഡി എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ഈ ഒരു എക്സ്പ്രഷനും നമ്മൾ പ്രീവിയസ് ലെക്ചേഴ്സിൽ കണ്ടിട്ടുണ്ട്. നൗ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദീസ് വാല്യൂ ഇൻ ദിസ് ഇക്വേഷൻ. സോ ടി ആറിനെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? പൈ മൈനസ് ദിസ് തീറ്റ വാല്യൂ ഡിവൈഡഡ് ബൈ ഒമേഗ ഡിക്ക് പകരം നമുക്ക് ഈ വാല്യൂ എക്സ്പ്രസ് ചെയ്യാം. സോ ദിസ് ഈസ് ദ റൈസ് ടൈം വാല്യൂ എക്സ്പ്രഷൻ. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.